വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ സംസ്ഥാന സർക്കാരിനോട് കൂടുതൽ രേഖകൾ തേടി സിബിഐ. റെഡ് ക്രസന്റ് ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട രേഖകളാണ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ LDF സർക്കാർ സിബിഐ അന്വേഷണവുമായി സഹകരിച്ചിരുന്നില്ല. കേസിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച സിബിഐ വൈകാതെ അനുബന്ധ കുറ്റപത്രവും നൽകും. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ചായിരുന്നു കഴിഞ്ഞ LDF സർക്കാർ നിയമനീക്കങ്ങളിലൂടെ CBI അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത്. CBI അന്വേഷണത്തിനെതിരെ ലൈഫ് മിഷൻ സിഇഒയും യൂണിടാക് കമ്പനിയും ഹർജികളും നൽകിയിരുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം CBI കേസെടുക്കുന്നത് തടയാൻ ഇതിനു മുമ്പ് വിജിലൻസിനെ കൊണ്ട് ഇതേ വകുപ്പിൽ കേസ് രജിസ്റ്റർ ചെയ്യിച്ചതിനാൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരമായിരുന്നു CBI കേസ്. കഴിഞ്ഞ സർക്കാർ കൈമാറാത്ത രേഖകളാണ് CBI വീണ്ടും പുതിയ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലൈഫ് മിഷൻ അഴിമതി കേസിൽ ആദ്യഘട്ട കുറ്റപത്രം CBI CJM കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കറെയും ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസിനെയും മറ്റു ഉദ്യോഗസ്ഥരെയും കേന്ദ്രീകരിച്ചാണ് CBI അന്വേഷണം തുടരുന്നത്. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ M ശിവശങ്കറും പ്രതിയാകും. 7ാം പ്രതിയായ ശിവശങ്കറെ ആദ്യ കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 7 മുതലുള്ള പ്രതികളെ ഉൾപ്പെടുത്തി CBI രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കും. ജനം, കൊച്ചി.